ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ പഴയകാല ഉപകരണങ്ങളാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ മക്കൾക്കൊന്നും അറിയില്ല കേട്ടോ, ഇതിൻ്റെ ഉപയോഗങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാസി, ദുവാ, നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ എന്താണെന്നറിയോ? ആ, ഇതിന് എന്തിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയണ്ടേ? ഇതിന്റെ ഏത് സാധനത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയണ്ടേ? ഇതൊക്കെ വീട്ടുപകരണങ്ങളാണ്. ഇതിന്റെ ഏത് വീട്ടുപകരണത്തെ കുറിച്ച് ഞങ്ങൾക്ക് അറിയേണ്ടത്? ഇതാണ് റേഡിയോ. എന്താണ് റേഡിയോ? ഇതിപ്പോ വർക്ക് ചെയ്യണില്ല, ഇത് വെറുതെ ഡെമ്മിക്ക് വെച്ചേക്കാണ്. ഇത് ഇങ്ങനെ അമർത്തിയാൽ ഇത് തുറയും. ഇവിടെ ഒരു ഇതുണ്ട്, ഇത് തുറയും. എന്നിട്ട് നമ്മളിതിൽ ഗ്യാസ് ഇടുക. എന്നിട്ട് ഇതാ ഇവിടെ ഓൺ ഓഫൊക്കെ ഉണ്ട്. ഇവിടെ ഓൺ ഓഫ് ഉണ്ട്. പിന്നെ ഇത് സൗണ്ട് കിട്ടണത്, സൗണ്ട് കുറക്കണം. എനിക്ക് പണ്ടത്തെ ഓർമ്മ കേട്ടോ. പിന്നെ ഇവിടെ ഇത് ഒരു ഇതുണ്ട്, ഇതിങ്ങനെ നിർത്തി വെക്കുക. ഇതാണ് പഴയ റേഡിയോ. ഇതിൽ പാട്ട് കേൾക്കാം, വാർത്ത കേൾക്കാം. ഇതിന്റെ ഓരോ സ്വിച്ചാണ്. ഇത് ബാക്ക് അടിച്ചാനൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇത് ഈ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മൾ TV ഉപയോഗിക്കണില്ലേ? TV-ക്ക് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ്. വാർത്ത കേൾക്കാനും പാട്ട് കേൾക്കാനൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് റേഡിയോ. ഏതാണ്? റേഡിയോ. ഇതാണ് റേഡിയോ. ഈ റേഡിയോ എവിടെ കണ്ടാലും നിങ്ങൾക്ക് അറിയില്ലേ എന്താണിത്? റേഡിയോ. റേഡിയോനെ കുറിച്ച് മനസ്സിലാക്കിയില്ലേ? ഇനി അടുത്തത് ഏതാ അറിയണ്ടേ? ഇതാണ് ചെല്ലപ്പെട്ടി. എന്താണ് ചെല്ലപ്പെട്ടി? ഇതില് പണ്ടത്തെ ആൾക്കാർ വെറ്റില, അതേപോലെ മുറുക്കാല വെറ്റിലയും അതിന്റെ സാധനമൊക്കെ ഇട്ടേച്ചിരുന്നതാണ്. ഇതിൽ കുറച്ച് ചില്ലറ പൈസ ഒക്കെയാണ് കേട്ടോ. ഇടയില് ഇതെന്താണ്? ചെല്ലപ്പെട്ടി. എന്താണ്? എന്താണ്? ഇനി ഇതിലേതിനെ കുറിച്ച് അറിയണ്ടേ? ഇതാണ് പ്ലേറ്റ്. പണ്ടത്തെ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന പ്ലേറ്റുകളാണിത്. ചോറ് വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഗോൾഡ് അല്ലത്. ഇത് വേറൊരു ഇരുമ്പോ ഇറ്റാലിയനോ അങ്ങനെ എന്തോന്നല്ലൊരു ഫുഡ് പ്ലേറ്റ് എന്ന് അതിന് പറയാം. പണ്ടത്തെ കാലത്ത് നമ്മള് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഇതിലാണ് കഴിച്ചിരുന്നത്. ഓട് പാത്രം കേട്ടോ. അപ്പൊ ഇതും അതന്നെ, ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ള പാത്രമാണിത്. അപ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ നമ്മൾ ഏതിലാണ് കഴിച്ചിരുന്നത് പണ്ട് കാലത്ത്? ഇതില്. എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എൻ്റെ പഴയ കാലത്തൊക്കെ ഉള്ളതാണ്. എനിക്ക് ഇതിൽ കഴിച്ച ഓർമ്മയൊന്നുമില്ല. അപ്പോൾ അവിടെ എടുത്തൊക്കെ ഏതിനെ കുറിച്ച് അറിയണ്ടേ? അയൺ ബോക്സ്. നമ്മള് ഡ്രസ്സൊക്കെ അയൺ ചെയ്യൂലേ, തേക്കൂലേ, അതാണ് അയൺ ബോക്സ്. ഇതെങ്ങനെ ഉപയോഗിക്കാൻ അറിയോ? ഇതിവിടെ തുറന്നിട്ട് ഇതിൽ നമ്മൾ തീ ഇടണം. ചിരട്ടയൊക്കെ കത്തിച്ചിട്ട് അല്ലെങ്കിൽ കനല് കത്തിച്ചിട്ടൊക്കെ നമ്മൾ ഇതിൽ തീ ഇടുക. എന്നിട്ട് ഇത് നമ്മൾ ലോക്ക് ചെയ്യണം. ഇവിടെ ലോക്ക് ചെയ്തിട്ട് തീ ഇട്ടിട്ട് ഇത് ലോക്ക് ചെയ്യാട്ടോ. അപ്പൊ ഇത് ചൂടാവും. അങ്ങോട്ട് നമുക്ക് ഇതുകൊണ്ട് അയൺ ചെയ്യാം. കറണ്ട് ഉപയോഗിക്കുന്നതിന് പകരമാണ് നമ്മൾ ഇതിൽ ചിരട്ട കത്തിച്ചിട്ട് ചൂടാക്കാം. അങ്ങനെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് എന്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ഇതില് ഇതാണ്. ഇതും അതും എടുക്ക്. ഇതും ഓടിന്റെ വിളക്കാണ്, ഇത് സ്റ്റീലിന്റെ വിളക്കാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു ചെറുപ്പകാലത്തൊക്കെ. ഇതില് തുണി ഇടുക. ഇതിന്റെ ഉള്ളിൽ നമ്മള് തുണി ഇടണം. തുണി ഇട്ടിട്ട് ഇതിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഇത് കത്തിക്കണം. എന്നിട്ട് ഇത് ലൈറ്റ് ഉണ്ടാവും. ആ ലൈറ്റത്ത് കറണ്ട് കിട്ടണതിന്റെ മുമ്പൊക്കെ ഇതാട്ടോ ഉപയോഗിച്ചിരുന്നത്. ഇത് വിളക്കല്ലേ, അതിന് പകരം നമ്മള് പണ്ട് കാലത്ത് ഇതാ ഉപയോഗിച്ചിരുന്നത്. മനസ്സിലായോ? ചതക്കാനൊക്കെ ഉപയോഗിക്കൂലേ ഇങ്ങനെ ഒരു അത് പണ്ട് കാലത്ത് ഇങ്ങനത്തെയാണ്. ഇപ്പോഴും ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉള്ളിയൊക്കെ ചതക്കാൻ വേണ്ടിട്ട് നമ്മള് പരിചയപ്പെടുത്താൻ പോണത് ഇതാണ്. തുവാ എന്ന് നോക്കിക്കോട്ടോ. ഇതാണ് റാന്തൽ. എന്താണ് റാന്തൽ? നമ്മൾ വിളക്ക് കണ്ടില്ലേ? ഈ വിളക്ക്
ഈ വിളക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനത്തെ റാന്തലാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനത്തെ റാന്തൽ ഇതെങ്ങനെയാ അറിയോ? മണ്ണെണ്ണ ഇവിടെ ഒഴിക്കുക, എന്നിട്ട് ഇതിങ്ങനെ കൂട്ടും ഇതാ ഇവിടെ ഇതിലോ മണ്ണെണ്ണ ഒഴിക്കാം കേട്ടോ, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എന്നിട്ട് ഇതിങ്ങനെ അടിച്ചു കൊടുക്കണം, അപ്പോൾ മണ്ണെണ്ണ വരും. എന്നിട്ട് കത്തിച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിലാക്കാരം അവിടേക്കാരം. ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ പൊട്ടി. ഇതൊക്കെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ പോയപ്പോഴൊന്നും ഇതില്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലായില്ലേ? ഇത് വാ ലാസി ഏല ചോറയിച്ചിരുന്നേ. ആ ഇതെന്തിനാ ഉപയോഗിച്ചിരുന്നേ? ഇതോ ഇതെന്തിനാ ഉപയോഗിച്ചിരുന്നേ അറിയോ? വെറ്റിലയും മുറുക്കാലതൊക്കെ ഇടാന് പണ്ടത്തെ വല്യമ്മമാരൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ചെല്ലപ്പെട്ടി. ഓക്കെ, ഇപ്പൊ എല്ലാം മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ